ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കരുത്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ റീഡിംഗ് കാണുമ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക കേട്ടോ. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡിക്ഷനുള്ള ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എസ്കേപ്പ് ആയി പോയ ഒരുപാട് പേര് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വരുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തീരെ പറ്റുന്നില്ല എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തിൽ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രിയോ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കുറച്ച് പേരെ സംബന്ധിച്ച് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പേരെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ തന്നെയാണ് വരുന്നത്. ആ ഒരു പേഴ്സൻ്റെ എൻട്രിയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ അതുപോലെ വാക്കുകൾ കൊണ്ട് പിടിച്ചു നിർത്തിയ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് എനിക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും പുതിയൊരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് അവസരങ്ങൾ? അതൊന്നും ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. ബട്ട് ഒരു ഹേർട്ട് ബ്രേക്ക് കാരണം ആ ഒരു മിസ്സിങ്ങും അതുപോലെ തന്നെ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ നോക്കിയിട്ട് അതൊന്നും പറ്റാത്ത രീതിയിലായതുകൊണ്ട് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ എൻഡപ്പായി എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു മനസ്സിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സ്റ്റിൽ ഒരു ഹോപ്പില്ലാത്ത രീതിയിലും ഒരു ഹോപ്പ് വെച്ച് നിൽക്കുന്നു എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജി. ഇനി നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയതും ദ 6 ഓഫ് വൺസ് ആണ്. ദ 5 ഓഫ് വൺസ്, ദ 6 ഓഫ് വൺസ്. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പേഴ്സൺ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോപ്പിൽ ഈ ഒരു വ്യക്തി വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ടൈം ശരിയാകുമ്പോൾ നിങ്ങളായിട്ട് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതായത് എത്ര തന്നെ ആരൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ആക്കി വെച്ചാലും നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കോ അവർക്കോ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും ആ ഒരു വ്യക്തിക്കൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ഇത്രയും നാളും അല്ലെങ്കിൽ എപ്പോഴും നോ കോണ്ടാക്റ്റ് പോകുന്ന പോലെ ആയിരിക്കില്ല ഇപ്രാവശ്യം കുറേ പേര് നല്ല ബോൾഡായിട്ട് തന്നെ നിങ്ങളുടെ സെൽഫ് വർത്തിന് വാല്യൂ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു പേഴ്സൺ ആണെങ്കിൽ എനിക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ കുറച്ച് പേഴ്സൻ്റെ ഒരു എടുത്തുകാട്ടം എനിക്ക് എടുത്തു കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പേഴ്സൻ്റെ എൻട്രി എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല, കുറച്ച് പേർക്ക് അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. അഥവാ ഇനി പേഴ്സൺ ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഉണ്ടെന്ന് ഇമാജിനറി ആയിട്ട് ചിന്തിക്കുകയും അതിനു വേണ്ടി ഒരിക്കലും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. ഇതൊരു ജനറൽ എനർജി അല്ലെങ്കിൽ ജനറൽ റീഡിങ് ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു എനർജി എല്ലാം വൈബ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എത്ര വലിയ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളിൽ ഹോപ്പ് വയ്ക്കുന്നെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കർമ്മ സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ നിങ്ങളില്ലാതെ ഹാപ്പി ആകും അല്ലെങ്കിൽ ദ ഗ്രാസ് ഇസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് പച്ചപ്പ് തേടി പോയത് മരുഭൂമിയിലായിരുന്നു എന്നുള്ളത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. എന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി പലതവണ വിചാരിച്ചു അല്ലെങ്കിൽ എപ്പോഴും വരുന്ന പോലെ ഇനി ഒരു നിങ്ങളിലേക്കൊരു വീണ്ടും ഒരു തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഈഗോനെ ഹേർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ ഫേസ് ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു മടിയുണ്ട്. അതുപോലെ തന്നെ എന്തും പറഞ്ഞാൽ വരും, പക്ഷെ വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഡീപ്പായിട്ട് അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കണക്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത്
പോകാൻ പറ്റില്ല എന്ന് ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും എനിക്ക് വീണ്ടും ഒരു ചാൻസും കൂടി ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും തന്നൂടെ എന്നുള്ളൊരു ഹോപ്പാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഫ്യൂച്ചറിലൂടെ ഒരുപാട് സർക്കംസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളിൽ മാറി നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പം മൈൻഡ് റിലേറ്റ് ദ 5 ഓഫ് വൺസ് ഷോസ് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള മൈൻഡിനോട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് തന്നെ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻഡപ്പായി പോകുമെന്ന് ആ ഒരു വ്യക്തിക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെ മേ ബി ഒരുപാട് പേര് മെഡിറ്റേഷൻ്റെ ഒരു റിസൾട്ടായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ കംബാക്ക് ഈ ഒരു ടൈം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചിലവർ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് സറണ്ടർ ടു ഡിവൈൻ എന്നുള്ള എനർജിയിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ച് പേർ ഓൺ ഗോയിങ് മെഡിറ്റേഷനാണ്. ആ ഒരു പേഴ്സൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് യൂണിവേഴ്സൽ പവർ ആവട്ടെ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ഈ ഒരു പേഴ്സണെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും അതേപോലെ നിങ്ങളായിട്ട് വരും എന്നുള്ള രീതിയിലൊരു ഫ്യൂച്ചറിൽ ഇപ്പം എന്ത് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിലെല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോവുകയാണ് എന്നുള്ള രീതിയിലാണ്. അത് ഏത് തരം സിറ്റുവേഷൻ ആണെങ്കിലും അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് വരണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം വിചാരിച്ച പോലെയല്ല അവർക്ക് ഓപ്പോസിറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം അവരങ്ങനെ ചിന്തിക്കുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നാൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? പൊരുതി നിൽക്കാൻ തന്നെ തീരുമാനിച്ച ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ എന്നെ ഈ ഒരു പേഴ്സൺ എന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്നതാണ്. കാരണം ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൺ വരികയാണെങ്കിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യാം. ഇനി വീണ്ടും പിറകെ പോകാൻ വയ്യ എന്നുള്ള രീതിയിലൊക്കെ ബോൾഡായിട്ട് നിങ്ങളുടെ ഡിസിഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ തീരുമാനത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരട്ടെ, വന്നിട്ട് രണ്ടും പറയാമെന്നുള്ള രീതിയിലൊക്കെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഏതൊരു പേഴ്സൺ ആണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വന്നാലും അല്ലെങ്കിൽ ഒരു ആക്ഷനും എടുക്കാതെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വേണോ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു പേഴ്സൺ ഡിസേർവ് ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ച് പേരെയും എനിക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഏത് ബേസിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോട്ട് ഓഫ് കാർഡ്സ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ബോൾഡ്നെസ്സിനെ കാണിക്കുന്ന കാർഡാണ്. ഓക്കെ, നമുക്ക് ബോട്ടം മുതലൊക്കെ കിട്ടിയത് ദ കിങ് ഓഫ് കപ്സ് ആണ്. ദ കിങ് ഓഫ് പെൻറ്റക്കിൾ ആൻഡ് ദ ജഡ്ജ്മെൻറ്റ്. അതായത് നിങ്ങളെന്ന് പറയുന്നത് ഇനിയിപ്പം വീണ്ടും ആ ഒരു പേഴ്സൻ്റെ പിന്നാലെ വീണ്ടും കിഞ്ചിച്ച് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്ത് മാറിയിരുന്ന ഒരു വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങളെന്നുള്ള രീതി. നല്ല രീതിയിൽ ആ ഒരു വ്യക്തിയെ തന്നെ ചുറ്റപ്പെട്ട സർക്കിൾ തന്നെയായിരുന്നു അത്. മേ ബി ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണ്. അവരൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സെൽഫ് കെയറിന് അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ വിചാരിച്ച് മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാർഡ് നോക്കുന്നത് 5 ഓഫ് വൺസ് അവരുടെ ഒരു ട്വിന്നിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഇതിൽ കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോസിബിൾ ആണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു കാർഡ് നമുക്ക് ഇതിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് വേണമെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലും ബട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ്. കാരണം നിങ്ങളുടെ സമാധാനത്തിനെ ഹേർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെ ബോൾഡായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്യുവാണ്.
കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെ, അതുപോലെ തന്നെ എൻ്റെ ഫാമിലീൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോക്സിസിറ്റി ഇനി എനിക്ക് സഹിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ മാക്സിമം ആയി, എനിക്ക് ഐ ഡിസേർവ് എ ബെറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ചെറിയൊരു ഹോപ്പുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൺ മാറി വന്നാൽ മാത്രം കുറച്ച് പേര് ആക്സെപ്റ്റ് ചെയ്യും. എല്ലാവരും അങ്ങനെ ആക്സെപ്റ്റ് ആക്കി പോകണമെന്നല്ല. എനിക്ക് നല്ല രീതിയിൽ നിങ്ങൾ വളരെ ബോൾഡായിട്ട് സെൽഫ് കെയർ, സെൽഫ് ഹീലിംഗ്, അതുപോലെ തന്നെ എനിക്ക് സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സണല്ല ഐ ഡിസേർവ് ബെറ്റർ എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യുന്നവരെയാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരാനുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ക്യൂൻ ഓഫ് കപ്പ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, അതായത് സിറ്റുവേഷൻ എങ്ങനെയാണെന്നും എത്രത്തോളം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു കംബാക്ക് പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യു ഡിസേർവ് എ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ കുറേ പേര് ഈ ഒരു പേഴ്സണ് വേണമെന്നാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൺ ചേഞ്ചായി എന്നുള്ളത് വാക്കിലൂടെ അല്ലാതെ ആക്ഷനിലൂടെ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ജഡ്ജ് ചെയ്യുക എന്നുള്ള, നമുക്ക് ജഡ്ജ്മെൻറ്റ് എന്നുള്ള കാർഡ് തന്നെയാണ് ആദ്യം കിട്ടുന്നത്. അതായത് മറ്റെപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ വാക്കിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വാക്കിൽ മാത്രമല്ല, നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു വാക്ക് ആക്ഷനുമായിട്ട് സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കുക. അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലേക്ക് വീണ്ടും കുറച്ച് പേരുടെ പേഴ്സൺ വന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത്ര വരെ നിങ്ങളിപ്പോൾ അതിന് പിന്നാലെ പോകാതെ നിങ്ങളിലേക്ക് സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. യു ആർ ദ സ്റ്റാർ ഓഫ് യുവർ ലൈഫ് എന്നുള്ള രീതിയിൽ കാണുക. നിങ്ങളാണ് ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ മെയിൻ സ്റ്റോറി, ക്യാരക്ടർ ഓഫ് യുവർ സ്റ്റോറി എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾ വളരെ വെർത്ത്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരുപാട് പേർക്ക് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി മേ ബി ഈ ഒരു പേഴ്സണായിട്ട് തന്നെ കംബാക്ക് നടത്തി വരും. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് ന്യൂ പേഴ്സൻ്റെ എൻട്രിയും കാണിക്കുന്നുണ്ട്. അതൊരു മാരേജ് പ്രപ്പോസലായിട്ട് തന്നെ വരാനുള്ള ചാൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്ര വരെ നിങ്ങൾ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഈ പാസ്റ്റിൽ കിട്ടിയ നിങ്ങളുടെ ലെസൺസ് മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു റിവെഞ്ച് മോഡ് അങ്ങനത്തെ ഒന്നും വേണ്ട. നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റക്നെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.